സൗദി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനസ്. ഇന്ന് വന്നുള്ളത് രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ പറയാൻ പോകുന്ന ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് സന്തോഷം നൽകുന്ന വാർത്തകളല്ല. അതിലൊന്നാമത്തെ കാര്യം, ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിലി വിസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് മോഫയുടെ സൈറ്റിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻ ഓപ്പൺ ആയിട്ടെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇന്ന് മുതൽ, അത് 11-ാം തീയതി മുതൽ മോഫയുടെ സൈറ്റിൽ നിന്നും മൾട്ടിപ്പിൾ അല്ലെങ്കിൽ സിംഗിൾ സാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഇന്ന് മുതൽ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്കും അതുപോലെ തന്നെ നേരത്തെ വിസയ്ക്ക് അപേക്ഷിച്ച ആളുകൾക്കും മോഫയുടെ സൈറ്റിൽ വിസ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുക ഞാൻ സ്ക്രീൻ കാണിച്ചതുപോലുള്ളൊരു മെസ്സേജ് ആയിരിക്കും. ഇതിൽ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന സമയത്ത് ഇനി മുതൽ സൗദി എംബസി ആയിരിക്കും നമുക്ക് നൽകേണ്ടത് സിംഗിൾ ആണോ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും ഫാമിലിയെ കൊണ്ടുവരുന്നതിന് മുമ്പായി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കുന്നുണ്ട്. റൂം സെറ്റ് ചെയ്യുക, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് സിംഗിൾ ആണോ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതിനനുസരിച്ചായിരിക്കും നമ്മൾ റൂമെല്ലാം സെറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ നിയമപ്രകാരം വിസ അടിച്ച് ലഭിച്ചതിന് ശേഷമായിരിക്കും നമുക്ക് ലഭിച്ചത് സിംഗിൾ ആണോ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ലഭിച്ചത് സിംഗിൾ എൻട്രി ആണെന്നുണ്ടെങ്കിൽ, അത് 30 ദിവസത്തെ സിംഗിൾ എൻട്രി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിയമം വെച്ച് നമുക്കത് ഓൺലൈൻ പുതുക്കാൻ സാധിക്കുന്നില്ല. 30 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടി വന്നേക്കാം. ഇനി അത് ഓൺലൈൻ പുതുക്കുന്ന ഓപ്ഷൻ തിരിച്ചു വന്നാൽ പോലും ഓരോ മാസത്തിനും ഓരോ വ്യക്തികൾക്ക് 150 റിയാലോളം വിസ പുതുക്കുന്ന ഇനത്തിൽ തന്നെ നാം ചിലവഴിക്കേണ്ടി വന്നേക്കാം. 2-3 ആളുകളുള്ള ഫാമിലി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു എമൗണ്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി അത് സിംഗിൾ എൻട്രി ലഭിക്കുന്നത് 90 ഡേയ്സ് ആണെങ്കിൽ പോലും മൾട്ടിപ്പിൾ വിസിറ്റേഴ്സ് ലഭിക്കുന്നത് പോലുള്ള ഒരു സൗകര്യം നമുക്ക് സിംഗിൾ എൻട്രി ലഭിക്കുന്നതല്ല. ഇത്രയും കാലം മൾട്ടിപ്പിൾ വിസിറ്റേഴ്സിൽ ഒരു വർഷവും അതിലധികം നിന്ന ധാരാളം ആളുകളുണ്ട്. മൾട്ടിപ്പിൾ ലഭിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും നമുക്കിവിടെ ഫാമിലിയെ സുഗമമായി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ വാർത്ത. ഈ രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത്, ഫാമിലി വിസിറ്റ് വിസ സ്റ്റോപ്പായ സമയത്തും പലർക്കും ആശ്വാസമായിരുന്നത് ഉംറ വിസയിൽ ഫാമിലിയെ സൗദി കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതായിരുന്നു. ഫാമിലി വിസിറ്റ് വിസ സ്റ്റാമ്പ് ചെയ്യുന്ന അത്ര ബുദ്ധിമുട്ട് ഉംറ വിസ ഇല്ലാത്തതുകൊണ്ട് തന്നെ പലരും കുറഞ്ഞ കാലത്തേക്ക് സൗദിയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഉംറ വിസയായിരുന്നു. ഉംറ വിസ കൊണ്ട് മെച്ചം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വിസ ലഭിക്കും എന്നുള്ളതാണ്. സെയിം ഡേ തന്നെ വിസ ലഭിക്കും. മാത്രമല്ല വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി തഹ്സീലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഫാമിലി വിസിറ്റ് വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിലും കുറഞ്ഞ പൈസക്ക് ഉംറ വിസ ലഭിക്കും എന്നുള്ളതെല്ലാമായിരുന്നു ഉംറ വിസയുടെ ബെനിഫിറ്റ്സ്. എന്നാൽ ഇനി മുതൽ നേരത്തെ ഉംറ വിസ ലഭിച്ചതുപോലെ വളരെ സിമ്പിളായി ഉംറ വിസ ലഭിക്കുന്നതല്ല. ഉംറ വിസയുമായി ബന്ധപ്പെട്ട് പുതുതായി വന്നിട്ടുള്ള നിയമപ്രകാരം ഇനി മുതൽ ഉംറ വിസയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഏജൻസികൾ ഹോട്ടൽ ബുക്കിങ്ങും അതുപോലെ തന്നെ യാത്രാ സൗകര്യത്തിന് ആവശ്യമായിട്ടുള്ള യാത്രാ ബുക്കിങ്ങും ആവശ്യമായി വരുന്നതാണ്. അതുപോലെ തന്നെ ഉംറ വിസക്കാർ ഏതെല്ലാം ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നുള്ള കാര്യവും വിസയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഉംറ വിസയ്ക്ക് ഒന്ന് സൗദി അറേബ്യ മൊത്തം കറങ്ങുന്ന ഒരു സിസ്റ്റം ഈ നടക്കാൻ ചാൻസ് ഇല്ല. അതുപോലെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഹോട്ടൽ ബുക്കിംഗ് വെറുതെ എടുത്താൽ മാത്രം പോരാ, ചിലപ്പോൾ ഹോട്ടലിൽ ചെക്കിംഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഉംറ വിസ എന്ന ആളുകൾ ആ ഹോട്ടലിൽ താമസിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ചെക്കിംഗ് ആയിരിക്കും അത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി മുതൽ ഉംറ വിസ നേരത്തെ ഉണ്ടായിരുന്ന അത്ര സിമ്പിൾ ആവാൻ ചാൻസ് ഇല്ല. ഉംറ വിസയുടെ ഫീയുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല. എന്തെങ്കിലും വ്യക്തത ലഭിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്കിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. രണ്ടും നമുക്ക് സന്തോഷം നൽകുന്ന വാർത്തകളൊന്നുമല്ല. അധികം വൈകാതെ തന്നെ മോഫയുടെ സൈറ്റിൽ മൾട്ടിപ്പിൾ വിസിറ്റ് വിസ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ അപ്ഡേഷൻ കാണാൻ വേണ്ടി നിങ്ങൾ എല്ലാ സമയത്തും വീഡിയോ കാണുമ്പോൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് സെക്ഷൻ ചെക്ക് ചെയ്യേണ്ടതാണ്. വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ അറിവുകളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആളുകൾക്ക് അതൊരു ഉപകാരത്തിൽപ്പെട്ടേക്കാൻ ചാൻസ് ഉണ്ട്. സൗദിയിലെ കാര്യമായതുകൊണ്ട് തന്നെ ഇന്നതാണ് നിയമം എന്ന് നമുക്ക് ഒരിക്കലും തന്നെ പറയാൻ സാധിക്കുന്നതല്ല. നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് നമുക്കിവിടെ കമൻറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ഞാൻ ചെയ്യുന്ന വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സൗദി ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ടിക്ടോക്കിൽ കാണുന്ന ആൾ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ സൗദി ടിപ്സ് എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.